നമ്മുടെ മലയാളത്തിൻ്റെ ഗീതു മോഹൻദാസ് ഒരു വലിയ പാൻ ഇന്ത്യൻ ചിത്രത്തിൻ്റെ സംവിധായികയാകുന്നു എന്ന് പറയുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഏറെ കാലത്തിന് ശേഷം യാഷാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം KGF-ലൂടെ എല്ലാവരുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ വലിയ തരംഗമായി മാറിയ യാഷ് ഗീതു മോഹൻദാസിൻ്റെ ചിത്രത്തിൽ നായകവേഷം കൈകാര്യം ചെയ്തു. ടോക്സിക് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. അതിൻ്റെ ഭാഗമായി ഗീതു മോഹൻദാസ് പറയുകയുണ്ടായി, തന്നെ കൊണ്ടൊരു ഇത്തരത്തിൽ വലിയൊരു ചിത്രം ചെയ്യാൻ കഴിയുമോ എന്ന് പലരും ശങ്കിച്ചു. പക്ഷേ യാഷാണ് തനിക്ക് പിന്തുണ നൽകിയത്. കാരണം തന്നോടൊപ്പം ആ പിന്തുണയുമായി യാഷ് കൂടെ നിന്നു. യാഷ് ഈ സിനിമയിലെ നായകൻ മാത്രമല്ല, തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സിനിമ കഴിഞ്ഞാലും യാഷ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നിലനിൽക്കും. കാരണം അത്ര വികാരനിർഭരമായിട്ടാണ് ഗീതു മോഹൻദാസ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഒപ്പം തൻ്റെ അമ്മയെക്കുറിച്ചും ഗീതു മോഹൻദാസ് പറയുകയുണ്ടായി. കാരണം മകളെ ഈ സമയത്തൊക്കെ നോക്കി അമ്മയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു എന്നുള്ളത് പറയുന്നു. ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ വളരെ സാഹസികമായ രംഗങ്ങളും ഒരുപാട് ആക്ഷനും വയലൻസും റൊമാൻസും ഒക്കെ കൂടിച്ചേർന്ന്, അതോടൊപ്പം തന്നെ യാഷിൻ്റെ വളരെ വികാരനിർഭരമായ അഭിനയ മുഹൂർത്തങ്ങളും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് സിനിമ ഒരു വലിയ തരംഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം മലയാളത്തിൽ ഗീതു മോഹൻദാസ് ആദ്യം ഇത്തരത്തിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങളൊക്കെ ഒരു സമാന്തര സിനിമകളെന്ന് തന്നെ പറയാം. സ്ത്രീപക്ഷ സിനിമകളുമായി അല്ലെങ്കിൽ ചെറിയ സിനിമകളുമായി മുന്നോട്ട് പോയ ഒരു നടിയായിരുന്നു ആദ്യം. പിന്നീടാണ് ഈ സംവിധാന രംഗത്തേക്ക് എത്തിയത്. മൂത്തോൻ എന്ന സിനിമ കണ്ടിട്ടാണ് യാഷ് ഇങ്ങോട്ട് വിളിച്ച് ഇതിൽ അഭിനയിക്കാൻ താല്പര്യം അറിയിച്ചത്. അതുകൂടാതെ തന്നെ നയൻതാര അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഇത് പല ഭാഷകളിലായി ചിത്രം വരുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം, ഒരു പാൻ ഇന്ത്യൻ ചിത്രം മലയാളത്തിൻ്റെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒരു ഗീതു മോഹൻദാസ് ഫിലിം എന്ന് കാണുമ്പോൾ ഓരോ മലയാളിക്കും ഒരു അഭിമാനം തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ചിത്രത്തെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികളെല്ലാം തന്നെ.